ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വീഡിയോയാണ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ മനോഹരമായ ഭൂപ്രകൃതിയിൽ സ്ത്രീശക്തിയുടെയും ധീരതയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ജഡായു എർത്ത് സെന്റർ എന്ന ആകർഷകമായ ഒരു സ്ഥലം ഞങ്ങൾ സന്ദർശിച്ചു. ഈ അനുഭവങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിസ്മയകരമായ സ്ഥലം കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ചരിത്രവും ഐതിഹ്യവും ആധുനികതയും ഒരുമിക്കുന്ന ഒരിടമാണ്. നമ്മളിവിടെ കാണുവാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ്. രാമായണത്തിലെ ധീരനായ പക്ഷിരാജൻ ജഡായുവിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ ശില്പം രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവളെ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ ശ്രമിച്ച ആ ധീരന്റെ കഥ നമ്മളോട് പറയും. ഈ പ്രതിമ കേവലം ഒരു കലാസൃഷ്ടി മാത്രമല്ല, സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇത് നൽകുന്നത്. ഓരോ സ്ത്രീക്കും ധൈര്യത്തോടെയും അഭിമാനത്തോടെയും ജീവിക്കുവാനുള്ള അവകാശത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഒരു മൾട്ടി ടെറൈൻ ടൂറിസം കേന്ദ്രമായ ഇവിടം കുന്നുകളും താഴ്വരകളും ഗുഹകളുമെല്ലാം അടങ്ങുന്ന മനോഹരമായ ഭൂപ്രകൃതിയിൽ സമ്പന്നമാണ്. ചരിത്രവും ഐതിഹ്യവും സമ്മിശ്രമായ സ്ത്രീ സുരക്ഷയുടെ മഹത്തായ സന്ദേശം നൽകുന്ന ഈ ലോകം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് അടുത്തറിയുവാൻ ശ്രമിക്കാം. MC റോഡരികിൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായു എർത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. MC റോഡിൽ നിന്നും 500 മീറ്ററിൽ താഴെ ദൂരം മാത്രമേ സെന്ററിലേക്കുള്ളൂ. ബസ് മാർഗം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഇത് വളരെ സൗകര്യപ്രദമാണ്. ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള കൊല്ലം ജംഗ്ഷനാണ് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 55 കിലോമീറ്റർ ദൂരമുണ്ട്. സെൻട്രലിലേക്ക് പ്രവേശന പാസ് ഉപയോഗിച്ച് മാത്രമേ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിക്കുകയുള്ളൂ. ഒരാൾക്ക് ഇപ്പോൾ ഈടാക്കുന്ന ചാർജ് 325 രൂപയാണ്. 10 മുതൽ 4:30 വരെയാണ് പ്രവേശന സമയം. ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിലില്ലാത്തതിനാൽ തിരക്കൊഴിവാക്കുവാൻ രാവിലെ തന്നെ ജഡായു സെന്റർ വിസിറ്റ് പ്ലാൻ ചെയ്യുന്നതാവും അഭികാമ്യം. ജഡായു പാറയുടെ മുകളിലും പരിസര പ്രദേശങ്ങളിൽ കൂടുതൽ നടന്ന് കാണുവാനുള്ള സൗകര്യം ഉള്ളതിനാൽ നടക്കുവാൻ സൗകര്യപ്രദമായ വസ്ത്രങ്ങളും പാദരക്ഷകളും തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ, ബാഗുകൾ അടങ്ങിയവയൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒരു കാരണവശാലും ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുകയില്ല. വേനൽക്കാലത്ത് വെയിൽ കൊള്ളാതിരിക്കുവാൻ തൊപ്പിയോ കുടയോ കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കൂ. മല മുകളിലേക്ക് നടന്നു പോകുവാൻ 825ഓളം കൽപ്പടവുകളാണ് ഉള്ളത്. പടവുകൾ കയറുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കേബിൾ കാർ സൗകര്യം അനുഗ്രഹമാണ്. ഞങ്ങൾ കേബിൾ കാർ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് മലമുകളിലേക്ക് പോയത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അത്യാധുനിക കേബിൾ കാർ സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേബിൾ കാർ സൗകര്യം ആവശ്യം ഉള്ളവർക്ക് ഒരാൾക്ക് 555 രൂപയാകും ചാർജ് ഈടാക്കുന്നത്. കേബിൾ കാറിൽ ജഡായു പാറയുടെ നെറുകിലേക്ക് നാം എത്തുമ്പോൾ താഴെ നിന്ന് നമ്മൾ കണ്ട ആ കൂറ്റൻ ശില്പം ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കും. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വാക്കുകൾക്കതീതമാണ്. ഇവിടെ നമ്മളെ ആദ്യം എതിരേൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമായ ജഡായുവിൻ്റെ ആ ഭീമാകാര രൂപമാണ്. 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവുമുള്ള ഈ ഭീമാകാരമായ ശില്പം കാഴ്ചയിൽ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും. രാമായണത്തിലെ വീരനായ ജഡായു സീതയെ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ പണയം വെച്ച ധീരന്റെ ഓർമ്മകൾ ഓരോ കോണിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ ശില്പം കേവലമൊരു പ്രതിമയല്ല, സ്ത്രീ സുരക്ഷയുടെയും അഭിമാനത്തിന്റെയും ശക്തമായ പ്രതീകമാണിത്. ഇതിനുള്ളിൽ 5 നിലകളായി ഒരുക്കിയിരിക്കുന്ന ഓഡിയോ വിഷ്വൽ മ്യൂസിയം ആ പുരാണ കഥയെ നമ്മുടെ മുൻപിൽ പുനരാവിഷ്കരിച്ചിരിക്കും. ജഡായുവിന്റെ ചിറകിനുള്ളിലെ മൾട്ടി ഡയമെൻഷണൽ മിനി തിയേറ്റർ നൽകുന്ന അനുഭവം ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. ശില്പത്തിന് ചുറ്റും നടക്കുമ്പോൾ
നയനമനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും ദൂരെ നീണ്ടു നിവർന്നു കിടക്കുന്ന സമതലങ്ങളും തെളിഞ്ഞ ആകാശവുമെല്ലാം ചേരുമ്പോൾ ഒരു പെയിന്റിംഗ് പോലെ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ ഒരു രാമക്ഷേത്രവും അതിൻ്റെ ഐതിഹാസിക അടയാളങ്ങളും ഒരു വേലി കെട്ടിയ സ്ഥലത്ത് കാണാം. ഇത് ഈ പ്രദേശത്തിൻ്റെ ആത്മീയ പ്രാധാന്യം വിളിച്ചോതുന്നു. പുരാണ കഥകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ഷേത്രം ഒരു പ്രത്യേക അനുഭവം നൽകും. ഫോട്ടോകൾ എടുക്കുവാൻ പറ്റിയ ഒട്ടനവധി സ്പോട്ടുകൾ ഇവിടെയുണ്ട്. ജടായു ശില്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ താഴ്വരയുടെ മനോഹര കാഴ്ചകൾക്കൊപ്പം നിങ്ങളുടെ ഭാവനയ്ക്ക് അനുയോജ്യമായ കിടിലൻ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് പകർത്താം. ഇത് കേവലം ഒരു സന്ദർശനം മാത്രമല്ല, ഒരുപാട് അറിവുകളും ആവേശവും നൽകുന്ന ഒരു അനുഭവമാണ്. ഈ മഹത്തായ കേന്ദ്രം തീർച്ചയായും ഓരോ സഞ്ചാരിയും സന്ദർശിച്ചിരിക്കേണ്ട ഒന്നാണ്. ജഡായു എർത്ത് സെന്റർ എന്ന ഈ മഹത്തായ സൃഷ്ടിയുടെ മാസ്റ്റർ മൈൻഡ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും കലാസംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചലിൻ്റെതാണ്. ഈ മാസ്റ്റർപീസ് സൃഷ്ടി അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ സമർപ്പണത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. ജഡായു എർത്ത് സെന്ററിന്റെ എല്ലാ കാഴ്ചകളും കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്നത് കേവലം മനോഹരമായ ചിത്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു വലിയ സന്ദേശം കൂടിയാണ്. രാമായണത്തിലെ ജഡായു എന്ന പക്ഷിരാജൻ ഒരു സ്ത്രീയുടെ മാനത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടിയ ആ ധീരതയുടെ ഓർമ്മകൾ ഈ പാറക്കെട്ടുകൾക്ക് മുകളിൽ മായാതെ നിൽക്കുന്നു. സ്ത്രീ സുരക്ഷയുടെയും ധീരതയുടെയും സ്നേഹത്തിൻ്റെയും ഈ മഹത്തായ സന്ദേശമാണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. കേരളത്തിൻ്റെ മണ്ണിൽ പുരാണവും ആധുനികതയും ഒരുമിച്ച് ചേരുന്ന ഈ വിസ്മയ കാഴ്ച നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേബിൾ കാറിലെ യാത്രയും ഭീമാകാരമായ ശില്പവും പ്രകൃതിയുടെ ഭംഗിയും എല്ലാം ചേർന്ന് ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരനുഭവമാക്കി മാറ്റുന്നു. ഈ യാത്ര ഞങ്ങളുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചത്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത തീമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.